നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അംജദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലിസ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു. ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് കിടപ്പുമുറിയുടെ ലോക്കും തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തി തുറന്നാണ് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. വീടിന്റെ ഉള്ളിൽ എന്തോ മോഷണം നടത്തിയ രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കി വന്നപ്പോൾ വൈഫ് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളൊക്കെ മോഷണം പോയി. അതിൻ്റെ അന്വേഷണത്തിൽ ആണ് പിന്നെ പോലീസെ വിളിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. അവർ വഴി കേസെടുത്തു. അതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്ടുകാർ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഞാൻ ജോലി സ്ഥലത്തും വൈഫ് ഹൗസിലും. അലമാരയ്ക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണ്. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ JS അശ്വിനി, SI KV ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡ് വീട്ടിലെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരായ KP ബാലകൃഷ്ണൻ, M അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു. ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ വിശ്വാസികളുടെ പീഠാനുഭവ വാരാചരണത്തിന് ഇന്ന് തുടക്കം. ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. വിശ്വാസി സമൂഹം കുരുത്തോല പ്രദക്ഷിണം നടത്തി. പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും മുന്നോടിയായുള്ള യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം. കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ ഒലീവിന്റെ ചില്ലകളേന്തി ആർപ്പുവിളികളോടെ ജനം സ്വീകരിച്ചതിന്റെ അനുസ്മരണമായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നത്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായി നാശനഷ്ടം. പെങ്ങാമുക്ക്, കാട്ടകമ്പാൽ, നടുമുറി, ചിറക്കൽ എന്നിവിടങ്ങളിൽ മരം പൊട്ടി വീണ് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. പെങ്ങാമുക്ക് കൊട്ടിലിങ്ങൽ ഗിരീഷ്, മണ്ടുമ്പൽ ബേബി, ഗോപി കൊട്ടക്കാട്ട്, ഷാജി മൂലേപ്പാട്, കരുവലത്ത് ഗോപി, പാത്തുമ്മ വലിയ വീട്ടിൽ, ചന്ദ്രൻ വലംതറയിൽ, പ്രീത പുനരാശ്ശേരി, ചന്ദ്രൻ കാരണംകോട്ട്, ജയറാം സന്തോഷ് എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. മേഖലയിൽ 50ഓളം പോസ്റ്റുകൾ മരം വീണ് തകർന്നിട്ടുണ്ട്. തോലത്ത് ബിന്ദുമോൾ, ബഷീർ, ചെറുവത്തൂർ വർഗീസ്, രായ്മരക്കാർ വീട്ടിൽ ഷബീർ എന്നിവരുടെ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കിളിയമ്പറമ്പിൽ ചന്ദ്രിക, കണ്ടംപുള്ളി അനൂപ്, ഗംഗാധരൻ എന്നിവരുടെ കൃഷി നശിച്ചു. നിരവധി മരക്കൊമ്പുകൾ പൊട്ടിവീണ് ഗതാഗതവും സ്തംഭിച്ചിട്ടുണ്ട്. സ്രായിക്കടവ്, നടുമുറി ഭാഗത്തും മരങ്ങൾ വീണ് പോസ്റ്റുകൾ തകർന്നു. KSEB ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ കൊച്ചനൂർ, ചമ്മനൂർ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശം. ചമ്മനൂർ അറക്കൽ മുജീബ്, അബ്ദു ഷനോജ്, എരണ്ടക്കാട്ടയിൽ ഖാദർ, കൈപ്പടയിൽ മുസ്തഫ, മുപ്പടയിൽ റഫീഖ്, പരത്തിവളപ്പിൽ ചന്ദ്രൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപകമായി കൃഷിനാശമുണ്ടായത്. അറക്കൽ മുജീബിന്റെ വിളവെടുക്കാറായ വിവിധ ഇനങ്ങളിലുള്ള 300ഓളം വാഴകളും കായ്ച്ചു നിൽക്കുന്ന ജാതി മരങ്ങളും കവുങ്ങുകളുമാണ് ഒടിഞ്ഞു വീണത്. ഓടിട്ട ക്വാർട്ടേഴ്സിന് മുകളിലേക്ക് തെങ്ങ് വീണ് ഓടുകൾ തകർന്നു. ചുമരിനും നാശനഷ്ടം സംഭവിച്ചു. ചമനൂർ ഷനോജ് അബ്ദുവിന്റെ വീട്ടിലെ നിരവധി വാഴ, കവുങ്ങ്, ജാതി, മാവ് എന്നിവയും ഒടിഞ്ഞു വീണു. വടക്കേക്കാട് ശക്തമായ കാറ്റിൽ മരം പൊട്ടി വീണ് കാർ ഷെഡ് തകർന്നു. കൊച്ചന്നൂർ എടക്കര മുഹമ്മദ് അലിയുടെ കാർ ഷെഡാണ് തകർന്നത്. വാഹനങ്ങൾക്ക് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ വീടിന് മുകളിലേക്ക് മരച്ചില്ല പൊട്ടി വീണു. കൊച്ചന്നൂർ സ്കൂളിനു സമീപം വൈദ്യുതി കമ്പിയുടെ മുകളിലേക്ക് തെങ്ങ് വീണു. കരിച്ചാൽ കടവ്, പെങ്ങാമുക്ക് എന്നിവിടങ്ങളിലും കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിലംപൊട്ടിയ മരങ്ങൾ വെട്ടിമാറ്റുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മേഖലയിൽ ഭാഗികമായി വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചമനൂർ വേലായുധന്റെ കമല കേബിൾ നെറ്റ്വർക്ക് OFC കേബിളിന് മുകളിലേക്ക് മരം മുറിഞ്ഞു വീണ് ഇന്റർനെറ്റ് കേബിൾ സംവിധാനവും തകരാറിലായി. കേബിൾ ജീവനക്കാർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. അതിജീവനത്തിനായി രാത്രി സമരം നടത്തി വരവൂർ തളി ഗ്രാമവാസികൾ. തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവു മാലിന്യ പ്ലാന്റിനെതിരെ രാത്രിയിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ ഗ്രാമം ഒന്നായി അണിചേർന്നു. വരവൂർ പഞ്ചായത്തിന്റെ സമരചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന പ്രക്ഷോഭമാണ് ശനിയാഴ്ച രാത്രിയിൽ തളി നടുവട്ടത്ത് നടന്നത്. Go back!
അറവ് അവശിഷ്ട സംഭരണ പ്ലാന്റിനെതിരെ നടത്തിയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്തു. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള അറവ് മാലിന്യങ്ങൾ സംഭരിച്ച് പൊടിച്ച് പൗഡറാക്കുന്ന വലിയ പ്ലാന്റാണ് തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പരാതികളും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും നടക്കുന്നതിനിടയിലാണ് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന് വരവൂർ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ട്രയൽ റൺ നടത്തിയപ്പോൾ പ്ലാന്റിൽ നിന്ന് അതിരൂക്ഷമായ ദുർഗന്ധമുയർന്നിരുന്നു. ഇത് കിലോമീറ്ററുകളോളം വ്യാപിക്കുകയും തളി മഖാമിൽ നടന്നിരുന്ന ഉറൂസ് തടസ്സപ്പെടുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് ലാത്തിചാർജ് നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിക്കും ലാത്തിയടിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കൂടാതെ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഓരോരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഞങ്ങള് വിഷമങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പൊ അത്രയും ഞങ്ങൾ നാടിന് വേണ്ടിയിട്ട് നന്നാക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരില് ഇവിടെ ഈ മാലിന്യ പ്ലാന്റിന് ഈ മാലിന്യം വന്ന വർഷം ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചറിയിച്ചു. അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അവരാരും അന്വേഷിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കുന്നോട് പറഞ്ഞിട്ട് കൂടി അവരാരും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പേരില് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത്, മരിക്കുന്നത് വരെ ഞാൻ ഈ പ്ലാന്റിനെ ജീവനക്കാരെ കൊണ്ടുപോകുകയായിരുന്ന പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ചാണ് ലാത്തിചാർജ് നടത്തിയത്. എന്നാൽ ഇൻസ്പെക്ടറോട് പരാതി പറയുവാൻ പോലീസ് വാഹനത്തിനടുത്ത് ചെന്ന വീട്ടമ്മമാരെ പ്രകോപിതരായ പോലീസ് മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അകാരണമായ പോലീസ് നടപടിക്കെതിരെയും ദുർഗന്ധം വമിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇന്നലെ രാത്രിയിൽ വൻ പ്രതിഷേധം നടന്നത്. ഇന്നത്തെ ഈ ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. സ്ത്രീകളും പെണ്ണുങ്ങളും ഇവിടെ സമ്മതിക്കില്ല. കുട്ടികളടക്കം ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് മുൻനിരയില് ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒപ്പം ഉണ്ടാവും. കോടതിയിൽ വരെ കേസ് നിലനിൽക്കുമ്പോൾ പ്ലാന്റിന് പ്രവർത്തിക്കുവാൻ ലൈസൻസ് നൽകിയ വരവൂർ പഞ്ചായത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നെങ്കിലും സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു. അതേസമയം ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ നേതാക്കളായ CU അബൂബക്കർ, പരീദ്, KS മുഹമ്മദ്, വിപിൻ കുടിയേടത്ത്, സുഭാഷ്, KM ഹനീഫ, ഫാസിൽ, അനിത, ഫാത്തിമ, കോച്ചിയമ്മ, അസ്ഹർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അതൊരു കുട്ടിക്ക് രാത്രിയുടെ അടിയേറ്റു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ആ കുട്ടി കുത്തിയത് ശരിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആത്മസമീപനം പാലിച്ചത് ഒരുത്തനെയും പേടിക്കാൻ വേണ്ടിയല്ല. കാക്കി ഉടുപ്പിനെ ഞങ്ങൾ ബഹുമാനിക്കും. കാക്കി ഉടുപ്പിട്ട് തമ്മാടികളായാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. കൊച്ചന്നൂർ ഗവൺമെന്റ് സ്കൂളിന്റെ കളിസ്ഥലം കയ്യേറി റോഡ് വെട്ടുവാനുള്ള ശ്രമം കോടതി തടഞ്ഞു. സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയെ തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റുമതിൽ കെട്ടുന്നതിനുള്ള താൽക്കാലിക സ്റ്റേയാണ് കോടതി വിധിയെ തുടർന്ന് നീങ്ങിയത്. സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കളിസ്ഥലം നവീകരിക്കാനായി NK അക്ബർ MLA വികസന ഫണ്ടിൽ നിന്ന് 31 ലക്ഷം രൂപ അനുവദിച്ച് കളിസ്ഥലത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഇതോടെ കളിസ്ഥലത്തിനു സമീപം താമസിക്കുന്ന സ്വകാര്യ വ്യക്തി സ്കൂൾ ഗ്രൗണ്ടിന്റെ കിഴക്കുവശം ചേർന്ന് 10 അടി വീതിയിലുള്ള റോഡിൽ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തി. സ്കൂൾ അധികൃതർ മതിൽ കെട്ടി ഗതാഗതം തടയുകയാണെന്നും ആരോപിച്ചു. വിഷയത്തിൽ കളക്ടർ, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരെ എതിർകക്ഷികളാക്കി ചാവക്കാട് മുൻസിഫ് കോടതിയിൽ ഹർജിയും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് മുൻപ് സ്ഥലം പരിശോധിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. സ്കൂൾ ഗ്രൗണ്ടിലൂടെയുള്ള വഴി ഹർജിക്കാരൻ കേസ് കൊടുക്കുന്നതിന്റെ തൊട്ടുമുൻപ് കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും ആ വഴി ചെന്നെത്തുന്നത് ഒരു സ്വകാര്യ റോഡിലേക്കാണെന്നും ഹർജിക്കാരൻ സർക്കാർ ഭൂമി കയ്യേറി റോഡ് നിർമ്മിച്ചതാണെന്നുമുള്ള സർക്കാർ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ചുറ്റുമതിൽ നിർമ്മാണത്തിനുള്ള താൽക്കാലിക സ്റ്റേ കോടതി തള്ളിയത്. സർക്കാരിനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ, അഡ്വക്കേറ്റ് KK സിന്ധു എന്നിവർ ഹാജരായി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി കരിയന്നൂരിൽ ജാഗ്രതാ സമിതി രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ പാലം പരിസരത്തു നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ സതി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കുഞ്ഞുമോൻ കരിയന്നൂർ, NK കബീർ, KR മണികണ്ഠൻ, കൈരളി വായനശാല പ്രതിനിധി TR ഉണ്ണികൃഷ്ണൻ, രശ്മി ക്ലബ്ബ് പ്രതിനിധി PS അനൽ, ഡോക്ടർ സുധീഷ് കുമാർ, വിജയൻ കണ്ടമ്പുള്ളി, രഘു കരിയന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരെയും സംരക്ഷിക്കില്ലെന്നും നാട്ടിൽ ലഹരി വ്യാപനവുമായി എത്തുന്നവരെ നിരീക്ഷിക്കുവാനും യോഗം തീരുമാനിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ് മുളങ്കുന്നത്തുകാവ് ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ ചെയർപേഴ്സണും ചന്ദ്രൻ തേർപ്പറമ്പിൽ കൺവീനറുമായി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കുടുംബശ്രീ വായനശാല പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി
21-അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ഗുരുവായൂർ ദേവസ്വം സത്രം സർപ്പക്കാവിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. കലശപൂജ, കലശമാടൽ എന്നിവയുണ്ടായിരുന്നു. വൈകിട്ട് സർപ്പബലിയും നടന്നു. ചടങ്ങുകൾക്ക് പാതിരാകുന്നത്തുമന നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. ഓശാന ഞായറിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചിരിപ്പും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഓർസ്ലം നഗരികളെ അനുസ്മരിപ്പിക്കും വിധം യഹൂദ വേഷം ധരിച്ച് കൈകളിൽ കുരുത്തോലകളേന്തി നൃത്ത ചുവടുകളോടെ രാജാതിരാജനെ വരവേറ്റു. നൃത്ത ചുവടുകൾക്ക് CLC പാലയൂരും ഇടവകയിലെ കൊച്ചുകുട്ടികളും നേതൃത്വം നൽകി. ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രത്തിൽ 30 ഞായർ തിരുനാളിന്റെ ഭാഗമായി വൈകിട്ട് 3-ന് തളിയക്കുളകരയിൽ സമൂഹ മാമോദിസ ഉണ്ടാകും. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയിൽ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പെസഹ ദിനം ആചരിക്കും. തീർത്ഥകേന്ദ്രത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പുളിപ്പില്ലാത്ത അപ്പമുറിക്കൽ ശുശ്രൂഷകളും നടക്കും. അന്നേ ദിവസം ജീവകാരുണ്യ ആരാധനയും വൈകിട്ട് 7-ന് പൊതു ആരാധനയും ഉണ്ടാകും. ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റ് പാണയങ്ങാടൻ, ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, PA ഹൈസൺ, സേവ്യർ വാക്കയിൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ PL ലോറൻസ്, തോമസ് വാക്കയിൽ, സിമി ഫ്രാൻസിസ്, ഡാർലി ജെയിംസ്, പാലിയൂർ മഹാസ്ലീഹ മീഡിയ സെൽ അംഗങ്ങളായ ആൽബിൻ തോമസ്, ആൽബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഓശാന ഞായറിനോടനുബന്ധിച്ച് പ്രത്യേകം നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൺ ബിൻസ് മുട്ടത്തിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ട് പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ ഓശാന സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പ്രത്യേകം നിശ്ചല ദൃശ്യവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ യെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുരുത്തോല വാഴ്വ് എന്നിവ ഉണ്ടായി. കുരുത്തോലകൾ മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും അവധുമാലാഖ ചൊല്ലി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ മദ്ബഹ ശുശ്രൂഷകൾക്കും വിശ്വാസികൾക്ക് നൽകി. പൊൻവെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ 100 കണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹ ശുശ്രൂഷകർ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി. ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ ഓശാന എന്ന് വിശ്വാസികൾ ഏറ്റുപറഞ്ഞു. വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി. കടുമാങ്ങയും കഞ്ഞി നേർച്ചയും ഉണ്ടായി. ഞായറാഴ്ച രാത്രിയിൽ ഫാദർ സിജു മാത്യു വചന സന്ദേശം നൽകും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12-ന് മധ്യാഹ്ന നമസ്കാരവും വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. തിങ്കൾ, ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫാദർ ലിജിൻ കുര്യൻ, ഫാദർ ഷിബിൻ പോൾ എന്നിവർ വചന പ്രഘോഷണം നടത്തും. പെസഹ വ്യാഴാഴ്ച രാവിലെ 6-ന് കുർബാന, ഉച്ചയ്ക്ക് 2:30 പെസഹ ഊട്ടും നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9-ന് യാമ പ്രാർത്ഥനകൾ ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് കുർബാന, വൈകിട്ട് സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയർപ്പ് ശുശ്രൂഷകൾ നടക്കും. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശരമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരുത്തോല വെഞ്ചരിപ്പും പ്രത്യേക പ്രാർത്ഥനകളും ദേവാലയം ചുറ്റി കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഇടവക ട്രസ്റ്റിമാർ, സംഘടന, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ രാവിലെ കുരുത്തോലയേന്തി സഹവികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഓശാനയുടെ കുരുത്തോല വാഴ്വിന്റെ പ്രത്യേക ശുശ്രൂഷയും പ്രദക്ഷിണവും ഊട്ടുമുണ്ടായിരുന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിഷു വിപണന ചന്ത ആരംഭിച്ചു. ചാലിശ്ശേരി സെന്ററിൽ കടവരാത്ത് ഷോപ്പിംഗ് സെന്ററിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വിഷുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പൊളിയഞ്ഞാലിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗം സജിത ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ വിൽപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടനും കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണനും ചേർന്ന് കടവാരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമ രാമചന്ദ്രൻ കടവാരത്തിന് നൽകി നിർവഹിച്ചു.
ചക്കവറവ്, ചിപ്സ്, കൊള്ളിവറവ്, അരീരം, അവിൽ വിളയിച്ചത്, ഉണ്ണിയപ്പം, മിക്സ്ചർ, പൊക്കുവട, ചമ്മന്തിപ്പൊടി, വിവിധതരം അച്ചാറുകൾ, മുളകുപൊടി, പച്ചക്കറികൾ, സോപ്പ്, ഫിനോയിൽ, കട്ട്ലറ്റ്, പരിപ്പുവട, പായസം എന്നിവ വിഷുവിപണിയിൽ ലഭ്യമാണ്. തിങ്കളാഴ്ച ചന്ത സമാപിക്കും. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി വിഷുവിനോടനുബന്ധിച്ച് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. സമൂഹ ചിത്രരചന ഫാദർ ഡേവിസ് ചിറമലും സാംസ്കാരികോത്സവം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബിയും ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാത്രിയിൽ നടന്ന ആദരവ് സന്ധ്യ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ ബാങ്ക് പ്രസിഡന്റ് എൻ സോമനാഥൻ അധ്യക്ഷനായി. ഗുരുവായൂർ മേൽശാന്തിയായിരുന്ന ശ്രീജിത്ത് തിരുമേനി, രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ BSF അംഗം PA സത്യനാഥൻ, MA സംസ്കൃതത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയ AK കൃഷ്ണേന്ദു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് വേണു വാര്യർ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, മെമ്പർ PN അനിൽ മാസ്റ്റർ, പാടശേഖര സമിതി പ്രസിഡന്റ് വിശ്വനാഥൻ, ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, ബോർഡ് മെമ്പർ CL സൈമൺ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടും നാട്ടുകാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാണിപ്പയ്യൂർ മനസ്സ് വിധവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷവും അരി പച്ചക്കറി കിറ്റ് വിതരണവും നടത്തി. കുന്നുകുളം പതിനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്രയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. കുന്നുകുളം നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ അരി വിതരണം ഉദ്ഘാടനം നടത്തി. മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകൻ ജിന്നി കുരുവിള വിഷു ഈസ്റ്റർ സന്ദേശം നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ ചുള്ളിയിൽ അരി പച്ചക്കറി കിറ്റ് വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ കുന്നംകുളം YWCA പ്രസിഡന്റ് പ്രിയ ജിന്നി മുഖ്യാതിഥിയായി. ജീവകാരുണ്യ പ്രവർത്തകൻ അയ്യപ്പൻ പനങ്ങാട്ട്, മനസ്സ് വിധവാ സംഘം രക്ഷാധികാരി സത്യഭാമ വിശ്വനാഥൻ, കുന്നംകുളം മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് മഹേഷ് തിരുത്തിക്കാട്, മുൻ വാർഡ് കൗൺസിലർ VG അനിൽ, ഓപ്പൺ ഫോർ ന്യൂസ് റിപ്പോർട്ടർ പ്രദീപ് മാസ്റ്റർ, സംഗീതാധ്യാപകൻ ഷാജി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വിധവാ സംഘം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കുമാരി സ്വാഗതവും മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സുനിത ഷൈജൻ നന്ദിയും പറഞ്ഞു. തിരുവത്ര കോട്ടപ്പുറം മാരിയമ്മൻ ശ്രീ ഹനുമാൻകുട്ടി ക്ഷേത്രത്തിൽ ഹനുമത് ജയന്തി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പഴക്കുല സമർപ്പിക്കൽ, വടമാല, നാരങ്ങമാല, പുഷ്പാഞ്ജലി, നാമജപം എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി രഞ്ജിത്ത് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ കളത്തിൽ ശ്രീധരൻ, മകൾ സുജാത, സജീവൻ എന്നിവർ ഹനുമാൻ സ്വാമിക്ക് ഗദ വഴിപാടായി സമർപ്പിച്ചു. തുടർന്ന് പ്രസാദ വിതരണമുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു. ക്ഷേത്രം കോമരം ജനീഷ് താമരത്ത്, ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് EA രവീന്ദ്രൻ, സുധീർ രവീന്ദ്രൻ, മോഹനൻ കളത്തിൽ, KK സതീന്ദ്രൻ, ഗോപി കളത്തിൽ, KK ഭരതൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.